ലൈഫ് മിഷൻ പദ്ധതി വഴി വാത്തിക്കുടി പഞ്ചായത്തിൽ നടക്കുന്ന ഫ്ളാറ്റിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ച് വലിയ ആരോപണമാണ് ഉയരുന്നത്. വാത്തിക്കുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരിക്ക് സമീപമാണ് 28 കുടുംബങ്ങൾക്ക് വേണ്ടി ലൈഫ് മിഷൻ ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിലെ അപാകതയും ക്രമക്കേടുകളും നാട്ടുകാർ മുൻപും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അധികൃതർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 4,55,00,000 വകയിരുത്തി നിർമ്മാണം ആരംഭിച്ചെങ്കിലും 2 വർഷം പിന്നിട്ടിട്ടും ഇതേവരെ എങ്ങും എത്തിയില്ല. ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ നിർമ്മാണത്തിന്റെ പേരിൽ വൻ വെട്ടിപ്പ് നടക്കുന്നത് എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നും സംഭവത്തിൽ പരാതി നൽകുമെന്നും CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MK പ്രിയൻ പറഞ്ഞു. ഭവന പദ്ധതിയിൽപ്പെടുത്തി മുരിക്കാശ്ശേരി പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഫ്ളാറ്റിന്റെ നിർമ്മാണമാണ് ഇവിടെ വാത്തിക്കുടി പഞ്ചായത്തിൽ മുരിക്കാശ്ശേരി നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ വ്യാപകമായ അഴിമതിയും ക്രമക്കേടുമാണ് ഈ നിർമ്മാണത്തിൽ തന്നെ ഉള്ളത്. 28 കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ 4,80,00,000 രൂപ ചെലവഴിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇനിയും ഇത് പൂർത്തീകരിക്കണമെങ്കിൽ 3 കോടി രൂപ കൂടി അനുവദിക്കണമെന്നാണ് ലൈഫ് മിഷന്റെ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. 28 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം അനുവദിച്ചാൽ പോലും 2,80,00,000 രൂപ ഉണ്ടെങ്കിൽ വീട് നന്നായി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. റവന്യൂ വകുപ്പിൽ നിന്ന് 90 സെന്റ് സ്ഥലം ഈ ഭവന പദ്ധതിക്കായി വിട്ടുകൊടുത്തത് ദുരുപയോഗപ്പെടുത്തുകയും ഇത് ഇരുമ്പ് ഗേഡർ വെച്ച് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഇരുമ്പ് ഗേഡർ വെച്ചിട്ട് 4 നിലകളിലായി പണിയുമെന്നാണ് എസ്റ്റിമേറ്റ് പറയുന്നത്. ഇത് വ്യാപകമായ ക്രമക്കേടിനും അഴിമതിക്കും ഇരയാക്കുന്ന സ്ഥിതിയാണുള്ളതെന്ന് ഏതൊരാൾക്കും നഗ്ന നേതൃത്വത്തിൽ തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി വിജിലൻസ് അടക്കം അന്വേഷണം നടത്തിക്കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്ന് CPI യുടെ ഇടുക്കി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നു.